രാവിലെ തന്നെ അമ്മ തോട്ടിലേക്ക് പോയപ്പോൾ അമ്മയുടെ കൂടെ ഞാനും പോയിട്ടെ. കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് മഴ പെയ്യുന്നില്ലേ, ഇന്നാണ് കേട്ടോ കുറച്ച് തെളിഞ്ഞിട്ട് ഒരു കാലാവസ്ഥ കണ്ടത്. നമ്മളെ വീട്ടിൻ്റെ നേരെ മുമ്പിൽ ഭാഗത്താണ് കേട്ടോ അമ്പലം വരുന്നത്. ആ അമ്പലത്തിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നേരെ ഇപ്പുറ സൈഡാണ് സ്കൂളും വരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ നിന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി നോക്കി. ചെറിയ ചെറിയ മീനുണ്ട് കേട്ടോ, പക്ഷെ കാണാൻ മാത്രം വലുതൊന്നുമില്ല, ചെറിയ കുഞ്ഞാണ്. ആദ്യമായിട്ട് മഴ പെയ്യുന്ന ആ ഒരു ടൈമിൽ മീനെല്ലാം പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറും കേട്ടോ മുട്ടയിടാൻ വേണ്ടിയിട്ട്. അതിൽ കണ്ട ആ വീടുകളിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനെല്ലാം ഉണ്ട്. അങ്ങനെ കുറേ ഒന്നുമില്ല, അതാണ് കാണാത്തത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ വലിയ മഴ വന്നാലും മീൻ മുട്ടയിടാൻ ഇങ്ങോട്ട് കയറിയാലും മീനിനെ അങ്ങനെ കാണാനില്ല കേട്ടോ. എല്ലാവരും പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മളെ പണ്ടത്തെ ഒരു കളിയാണ് കേട്ടോ. പണ്ടെപ്പോഴും നമ്മ ഇങ്ങനെ ചേമ്പിൻ്റെ ഇല വറച്ചിട്ട് അതിൽ വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ ഒഴുക്കും, ആരതാണ് ആദ്യം എത്തുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇല വരച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു സാധനത്തിൽ കണ്ടത്. ഇതോ മറ്റേ തേടെങ്ങും മുട്ടിയാൽ തീർന്നു കഥ. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ആണെങ്കിൽ ഒരു പശുവും കുത്താൻ വന്നു. താളിയാക്കാൻ വേണ്ടിയിട്ട് ആടെ തന്നെ ഞാൻ കുറച്ച് ചെമ്പരത്തിൻ്റെ പൂവും ഇലയെല്ലാം പറിച്ചു കേട്ടോ. താളി ആക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇത് ഞാൻ താളി തേച്ചിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ ഈ താളി തേച്ചിട്ട് തലയിൽ വെച്ചിട്ട് ഇരിക്കണം. അത് തലയിലൊന്ന് പിടിച്ച് കഴിഞ്ഞിട്ടേ കഴുകി കളയാൻ പാടുള്ളൂ. ഇതിങ്ങനെ ഡ്രസ്സിനോ മറ്റായാലും ഒരു കറ പോലെ ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ പഴയ ഡ്രസ്സോ മറ്റോ ഇട്ടിട്ട് മാത്രമേ ഈ താളി തേക്കാൻ വേണ്ടി പാടുള്ളൂ. ഈ തണുപ്പ് അധികം പിടിക്കാത്തവരൊന്നും ഈ താളി അരമണിക്കൂർ വെക്കണ്ട കേട്ടോ. എന്നുവെച്ചാൽ ശ്വാസം മുട്ട്, കഫക്കെട്ട് അതുപോലെയെല്ലാം വരുന്നവർക്കാണെങ്കിൽ ഇത് അത്ര സമയം വെച്ചാൽ നല്ലതായിരിക്കില്ല. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ വെക്കലുണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ മഴക്കാലത്ത് പൊതുവേ തണുപ്പ് നല്ലോണമാകുമ്പോൾ പിടിക്കാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഈ താളി തേക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാൻ സാധാരണ നമ്മൾ തേക്കുന്ന എണ്ണ ഒരു അരമണിക്കൂർ തേച്ചിട്ട് തലയിൽ വെക്കാറുണ്ട്. ആ എണ്ണ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് മാത്രം ഈ താളി തേച്ചാൽ മതി. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അതാണ് സൗണ്ടിന് കുറച്ച് പ്രശ്നം. ഇതുവരെ പെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആദ്യമേ മഴ ചെറുങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ.